പലപ്പോഴും നമ്മുടെ ആൾക്കാരുടെ ഒരു പ്രശ്നം വെച്ചാൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു വീടെടുക്കണം എന്നുള്ള ഒരു ടെൻഷൻ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടാവും ഒരു കാറ് വാങ്ങണം എന്നുള്ളത്. ഇതൊന്നും അവനവൻ്റെ കാശില്ലെങ്കിലും ലോൺ എടുത്ത് തരാനായിട്ട് എന്ത് പറഞ്ഞാലും ബാങ്കുകാർ നമ്മളെ പുറകെ നടക്കും. പക്ഷേ ലോൺ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ EMI പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനാവും. അയ്യോ, ഇത് ഇനി 10 കൊല്ലമുണ്ട്, അല്ലെങ്കിൽ 15 കൊല്ലമുണ്ട്, 20 കൊല്ലമുണ്ട്, എങ്ങനെ ഇതിന് മാറാന്നുള്ളതിനെ പറ്റിയിട്ടാണ് എല്ലാവരും ചിന്ത. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ലോണുള്ള ആൾക്കാരെല്ലാവരും, അല്ലെങ്കിൽ ലോൺ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും സത്യസന്ധത എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. സത്യസന്ധത എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെല്ലാവരും വിചാരിക്കുന്നത് നുണ പറഞ്ഞില്ലെങ്കിൽ സത്യസന്ധത എന്നുള്ളത്. ഇതല്ല സത്യസന്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും നമ്മൾ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ അനാവശ്യമായിട്ട് ചെലവ് കാണിച്ച് നമ്മളോട് തന്നെ ഫേക്ക് ചെയ്ത് കാണിക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുള്ള നുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പലർക്കും അവനവന് പറ്റിയിട്ടുള്ള ക്ലോത്ത്സ് ആണോ വെയർ ചെയ്യുന്നത്. ഇപ്പോൾ അവനവനൊരു കാറ് വാങ്ങാൻ പോണ ടൈമിൽ നമ്മളുടെ അടുത്തുള്ള കൃത്യമായിട്ടുള്ള സാലറിയുടെ ബേസ് ചെയ്തിട്ടുള്ള കാറാണ് നമ്മൾ വാങ്ങുന്നത്. അതിന് പകരം നമ്മൾ അയൽവക്കത്തുള്ള ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാനായിട്ടുള്ള ടൈപ്പ് കാറാണ്. വീട് വാങ്ങുമ്പോഴൊക്കെ നമ്മൾ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീട് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വീട് വാങ്ങാൻ പറ്റണത് ചിലപ്പോൾ ഒരു 30 ലക്ഷത്തിൻ്റെ വീടായിരിക്കും. പക്ഷേ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ 60 ലക്ഷം രൂപയുടെ വീടാണ് വാങ്ങുന്നത്. നമ്മൾ ഡബിൾ കപ്പാസിറ്റിക്കുള്ള വീടാണ് വാങ്ങുന്നത്. ഇങ്ങനെ സത്യസന്ധത പുലർത്താതിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും കടത്തിലേക്ക് പോകും. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടതാണ് നമ്മുടെ ഇൻകം എത്രയാണെന്ന് നോക്കുക. ആ ഇൻകത്തിൽ എങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണത്? ഒരു 50% നമ്മുടെ വീട്ടു ചെലവ് നിൽക്കണം. അല്ല, മറ്റുള്ള എല്ലാ ചെലവുകളും നിൽക്കണം. കുട്ടിയുടെ വിദ്യാഭ്യാസം ഇതെല്ലാം നിൽക്കണം. ഇനി 30% നമ്മുടെ EMIയും ഇൻഷുറൻസും എല്ലാം നിൽക്കണം. ഇനി 20% നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. ഈ കെമിസ്ട്രി എങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ കടം ഇത്തിരി പ്രശ്നമാണ്. EMI നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതോടൊപ്പം ഏതെങ്കിലും EMI മുടങ്ങിപ്പോകുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റുകൾ മുടങ്ങിപ്പോകുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെലവ് കൂടുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ കടത്തിൻ്റെ കെണിയിലേക്ക് പെട്ടുകൊണ്ടിരിക്കണം എന്നുള്ളത്. ഇങ്ങനെയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മൾക്കുള്ള കടങ്ങൾ മൊത്തം എഴുതി വയ്ക്കാം. ഈ കടങ്ങൾ മൊത്തം എഴുതി വയ്ക്കുക എന്ന് വെച്ചാൽ ആദ്യം കടത്തിൻ്റെ പേര് എഴുതി വയ്ക്കുക, കടത്തിൻ്റെ ഇൻട്രസ്റ്റ് എഴുതി വയ്ക്കുക, അതേമാതിരി ഇനി എത്ര ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെന്നുള്ളത് എഴുതി വയ്ക്കുക, ഇനി എത്ര രൂപ മൊത്തത്തിൽ അടച്ചു കഴിഞ്ഞാൽ തീരുന്നുള്ളത് എഴുതി വയ്ക്കുക. ഇനി EMI എത്രയാണെന്ന് ചോദിക്കുക. EMI എന്ന് പറഞ്ഞാൽ മിനിമം ഒരു മാസം അടയ്ക്കേണ്ട പൈസയാണ്. അത് ഒരിക്കലും മുടക്കരുത്. കാരണം ഒരു മാസത്തെ EMI മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂട്ടുപലിശയായിട്ട് നമ്മൾ ചിലപ്പോൾ 10 കൊല്ലത്തേക്ക് എടുത്തുള്ള ലോൺ അത് ഒരു 12 കൊല്ലമായിട്ട് അടച്ചു തീരുള്ളൂ. കാരണം എന്താണ്? കൂട്ടുപലിശയായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ EMI എല്ലാ മാസവും നിർബന്ധമായിട്ട് അടച്ചുകൊണ്ടിരിക്കുക. ഇനി നമ്മുടെ ഈ ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ നോക്കുക ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഉള്ളത് ഏറ്റവും കുറഞ്ഞിട്ടുള്ള ലോൺ ഏതാണെന്നുള്ളത്. ആ ഏറ്റവും കുറഞ്ഞിട്ടുള്ള ലോൺ ആദ്യം തന്നെ എടുത്ത് തീർക്കുക. അപ്പോൾ എന്തായി? നമുക്കൊരു 5 ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ 5 കടം, ഇങ്ങനെ ഈവൻ ഫ്രണ്ട്സിന് കൊടുക്കാനുള്ളത് എഴുതി വയ്ക്കണം കേട്ടോ. ഈ 5 കടം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കടങ്ങൾ തീർന്നാൽ അത് ചിലപ്പോൾ ഒരു 3 എണ്ണമായിട്ട് കുറയും. അപ്പോൾ എന്താ 2 കടം കുറയുമ്പോൾ നമുക്ക് ഒന്നും കൂടി കോൺഫിഡൻസ് കിട്ടും. എന്നിട്ട് ഈ നമ്മൾ കടം തീർന്നു കഴിഞ്ഞാൽ ബാക്കി ആ മറ്റേ കടത്തിന് കൊടുത്തിരുന്ന EMI ഉണ്ടല്ലോ, ആ പൈസയും കൂടി മറ്റുള്ള അടുത്ത ചെറിയ കടത്തിലേക്ക് നമ്മൾ കൂട്ടിയടയ്ക്കണം. അങ്ങനെ വരുമ്പോൾ ലോണുകൾ പെട്ടെന്ന് തീരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം പലപ്പോഴും ആളുകൾക്കും ചെയ്യണമെന്ന് വെച്ചാൽ തന്നെ ഈ കടം തീർന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കടം എടുക്കാൻ പോകും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇനി ഫുൾ EMI തീർന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു 6 മാസത്തേക്ക് ജീവിക്കാനുള്ള ഒരു എമർജൻസി ഫണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സുരക്ഷിതത്വത്തിനുള്ളൊരു ഫണ്ട് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് കാര്യമാണ്. പിന്നെന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണങ്ങളാൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ എക്സ്പെൻസോ വല്ലതും വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ കടമെടുക്കാതെ ഈ എമർജൻസി ഫണ്ടിൽ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റും. ഇതോടൊപ്പം തന്നെ നമ്മൾ കടമുള്ളപ്പോൾ തന്നെ എൻഷുർ ചെയ്ത് വെക്കുക 2 കാര്യങ്ങൾ. കടമുള്ളപ്പോൾ തന്നെ ഒന്ന് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടാവണം, അതുപോലെ തന്നെ ഒരു ലൈഫ് കവർ ചെയ്യാൻ വേണ്ടി ടേം ഇൻഷുറൻസ് ഉണ്ടാക്കുക. കാരണം എന്ന് വെച്ചാൽ ഇൻ കേസ് ഈ കടമുള്ള ടൈമിൽ വീട്ടിലേക്ക് ശമ്പളം കൊണ്ടുവന്ന ആളുകൾക്ക് വല്ല മരണമോ വല്ലതും സംഭവിക്കണമെങ്കിൽ ഈ കടം മൊത്തം ഈ എൻ്റയർ ഫാമിലിയുടെ തലയിലോ, അതൊരിക്കലും നമ്മൾ അനുവദിക്കരുത്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ EMI മൊത്തം തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഒരു RD അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, SIP എന്ന് കേട്ടിട്ടുണ്ടാവും, ഇത് തുടങ്ങാം. എന്നിട്ട് വേണം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അളവ് കൂട്ടാനായിട്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എഴുതി വയ്ക്കുക എനിക്ക് എന്തൊക്കെയാണ് ഡ്രീംസ് ഉള്ളത്, എന്തൊക്കെയാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത്. ഇതനുസരിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നീക്കുക. ഇനി എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈവൻ 0% ലോണാണെങ്കിലും എടുക്കരുത്. നമ്മൾ ആ പൈസ കൂട്ടി വെച്ച പൈസ കൊണ്ട് മാത്രം ആ ഇൻവെസ്റ്റ്മെൻറ്റ് ആ കാര്യങ്ങൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക. കാരണം ഇനിയും ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ കഷ്ടപ്പെട്ട് ഈ കടം വീട്ടിയല്ലോ, അതെല്ലാനും തീർന്നിട്ട് നമ്മൾ പണ്ടത്തെ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരും. കാരണം നമ്മൾ കടം എന്ന് പറഞ്ഞത് ഒട്ടുമിക്ക ആൾക്കാരുടെ ഹാബിറ്റാണ്. ആ ഹാബിറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും രണ്ടാമത് ആ ഹാബിറ്റിലേക്ക് പോകരുത്. ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കടത്തിൽ നിന്ന് മാറാൻ പറ്റും.